അങ്ങനെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ മഹാമഹം അവസാനിച്ചിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി ചർച്ച. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരെയും തീരുമാനിക്കണം. അവർക്ക് ഇലക്ഷൻ ജയിക്കണമെന്നൊന്നുമില്ല. എന്തിന് ഈ ഇലക്ഷൻ കഴിയണമെന്ന് പോലും ഇല്ല. പ്രചാരണത്തിന്റെ ഇടയിൽ പോലും സമയം കണ്ടെത്തി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കളയും. അതിനേക്കാൾ കോമഡി ആയിട്ട് ഐറ്റമുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മത്സരിച്ച ആൾക്കാർ പോരാഞ്ഞിട്ട് മുഖ്യമന്ത്രിയാവാൻ ആളെ പുറത്തുനിന്ന് കൊണ്ടുവരും. അതായത് കേരളത്തിന്റെ മറ്റേ കരുത്തുറ്റ ടീമിലുള്ള ഒരെണ്ണത്തിനെ പോലും മുഖ്യമന്ത്രിയാക്കാൻ കൊള്ളൂല. ഇതിലും കോമഡി ആയിട്ടുള്ള വേറെ റേറ്റ് ഉണ്ട്. ഇവർ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിക്കുമോ എന്ന കാര്യത്തിൽ ഇവർക്ക് പോലും യാതൊരു ഉറപ്പുമില്ല. അപ്പൊ നാട്ടുകാർക്കും അവർ ജയിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഇവർക്കൊരു താല്പര്യം വേണ്ടി. അതേസമയം മറ്റൊരിടത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇവരുടെ കൂടെ വേറൊരു ടീമില്ലേ, അവരും വന്നിട്ട് ഇങ്ങനെ തെരുവിൽ കിടന്ന് മുഖ്യമന്ത്രി എന്നൊന്നും നിങ്ങൾ പറയാൻ പാടില്ല, പിന്നെ എന്നെങ്ങാനും മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ചർച്ച ചെയ്തോ. അതും ഒരിടത്തും മത്സരിക്കാത്ത നേതാവ് ഏത് ലീഗാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും തെരഞ്ഞെടുപ്പിന് തോറ്റ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ സതീഷ് ജി ആദ്യം തന്നെ കാട്ടിപ്പോയി ട്രയൽ റൺ ചെയ്യുന്നുണ്ട്. അത് നന്നാവും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പിക്ചറിൽ ഇല്ലായിരുന്ന ചില ഹൈക്കമാൻഡ് നേതാക്കളൊക്കെ മുഖ്യമന്ത്രി ആയാലോ എന്ന് വിചാരിച്ച് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് കണ്ട് ടെൻഷനായ പല ലീഡർമാരുടെ മക്കളും ഇത്തരം ചർച്ചകളൊക്കെ മോശമാണ് കേട്ടോ എന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം എങ്ങാനും ഹൈക്കമാൻഡിന്റെ പിന്തുണ കൊണ്ട് മുഖ്യമന്ത്രിയാവാൻ ചാൻസ് കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് കണ്ണൂർ സിംഗം ഹൈക്കമാൻഡ് ഗയ്യെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസ് പ്ലീസ് നോട്ട്, ഈ പുള്ളിയും ഒരിടത്തും മത്സരിച്ചിട്ടില്ല. പിന്നെ പഴയ ഒരു പല്ലുപോയ പ്രതിപക്ഷ നേതാവിന്റെ ടീമും ഞങ്ങളെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്നും പറഞ്ഞ് സൈബറിടങ്ങളിൽ കിടന്ന് കരയുന്നു. ചുരുക്കി പറഞ്ഞ മുങ്ങാൻ പോകുന്ന കപ്പലിന്റെ കപ്പിത്താനാവാൻ കത്തിക്കുത്ത് നടക്കുന്നു എന്ന് പറയുന്ന പോലെ തോക്കാൻ പോകുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാവാൻ 4-5 പേര്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മേൽപ്പറഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇത്തവണത്തെ വമ്പിച്ച തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനെങ്കിലും KC-RC-VD സഖ്യം മുന്നോട്ട് വരണമെന്നാണ്. സാധ്യതയൊന്നുമില്ല. മിക്കവാറും ഇവരത് ഇവിടെ മത്സരിക്കാത്ത രാഹുലിന്റെയോ അല്ലാതെ കണ്ണൂർ സിംഗത്തിന്റെയോ ഒക്കെ തലയെ കെട്ടി വയ്ക്കും. എന്നാലും ഒരു ആഗ്രഹം ഇവരൊന്ന് ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടി.